ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു യോക്ക് എംബ്രോയ്ഡറി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിന് വേണ്ടിയിട്ട് കട്ട് ബീഡ്സും ഗോൾഡൻ ബീഡ് റൗണ്ട് ബീഡ്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് നെക്കിൻ്റെ പാറ്റേൺ എങ്ങനെയാണ് വരയ്ക്കണമെന്നൊന്ന് നോക്കാം. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ ജസ്റ്റ് റൗണ്ടിൽ ഒന്ന് നെക്കൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ യോക്ക് പോർഷനും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പാറ്റേൺ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഞാനതുകൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് വീഡിയോയ്ക്ക് ചെറിയ ലെങ്ത് ഒന്ന് കൂടണം കേട്ടോ. ഇനി നമുക്ക് നെക്ക് ടു യോക്ക് ഒന്ന് വരച്ച് കൊടുക്കുക എങ്ങനെയാണ് ചെയ്യണതെന്ന്. അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒരു ലൈന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് പാറ്റേണിൽ വരുന്നതല്ല, കാരണം നമ്മൾ വരയ്ക്കുന്ന പാറ്റേൺ ഒന്ന് നേരെ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്ക് തൊട്ട് യോക്ക് വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഷോൾഡർ പോർഷനിലേക്കും ഈ ഒരു ഡിസൈൻ വരുന്നതാണ്. അതിനുശേഷം ഇതുപോലെ ചെരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഫെയർ ക്ലോത്തിൽ ആദ്യമേ വരച്ച് നോക്കാതെ ജസ്റ്റ് റഫിലൊന്ന് വരച്ച് നോക്കിയതിന് ശേഷം ഫെയറിലേക്ക് വരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈ പാറ്റേൺ നന്നായിട്ട് ഫോളോ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഓരോ വർക്കും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഏറ്റവും ഭംഗിയായിട്ട് പാറ്റേൺ വരയ്ക്കുന്നതാണെങ്കിൽ അപ്പോൾ അതേ രീതിയിൽ നല്ല ഭംഗിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ പാറ്റേൺ എങ്ങനെ ഇരിക്കുന്നോ ആ രീതിക്കായിരിക്കും നമ്മുടെ എംബ്രോയ്ഡറി വർക്കിൻ്റെ ഒരു പെർഫെക്ഷനും ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിക്കാണ് നമ്മളിതൊന്ന് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇനി ഈ ഒരു ഡിസൈനിൽ അഡീഷണൽ ആയിട്ട് ചെയ്യുന്നത് ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു സൈഡിലായിട്ടാണ് ലീഫ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ചെറിയ മുത്തുകൾ വെച്ച് കൊടുക്കാനായിട്ട് അതും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതെങ്ങനെ വരുന്നതെന്നും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഈ ഒരു സൈഡിൽ വൺ സൈഡ് ഇതുപോലെ ലീഫ് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇപ്പോഴത്തെ സൈഡിൽ നമുക്ക് രണ്ട് മുത്തുകൾ വെച്ച് കൊടുക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് റൗണ്ടായിട്ട് ഒന്ന് പോയിൻറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് വരച്ചു കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ അങ്ങനെ അവിടെ ചെയ്യേണ്ടതാണെന്ന്. അപ്പോൾ ആ ഒരു രീതിക്ക് നിങ്ങൾ മനസ്സിലാക്കി എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇതേ രീതിക്കാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റായിട്ട് തുണിയിലേക്ക് വരയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് റഫ് ചെയ്ത് വരച്ചിട്ട് പിന്നെ വരച്ച് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 2 കട്ട് ബീഡ്സ് വെച്ചിട്ടാണ് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഗോൾഡൻ്റെ കട്ട് ബീഡ്സും അതുപോലെ ഇതിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോർമൽ നീഡിൽ നമ്പർ 10 ആണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് റൗണ്ട് ബീഡ്സും വേണം. ഈ 2 ഐറ്റംസ് കൊണ്ടാണ് നമ്മളിത് വർക്ക് ഫുള്ളായിട്ടും ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ ലൈൻസ് വരുന്നത് ഈ രീതിക്ക് നമ്മൾ 2 കട്ട് ബീഡ്സ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ലീഫും ചെയ്ത് പോകാവുന്നതാണ്. ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ട് ലീഫ് ചെയ്യണമെന്നൊന്നുമില്ല. ഈ ഒപ്പം തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ലീഫ് ചെയ്യുന്നത് സാധാരണ ചെയ്യുന്ന ഒരു പാറ്റേൺ ഉണ്ടല്ലോ, 3 കട്ട് ബീഡ്സ് വീതം ചെരിച്ചിട്ട് ചെയ്ത് കൊടുക്കണം. ആ രീതി തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതേ രീതിക്ക് നമുക്ക് ലീഫും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ രീതിക്ക് നമ്മൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ലീഫും ചെയ്തു പോവുകയാണെങ്കിൽ അതായിരിക്കും എളുപ്പം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് താഴേക്ക് ഇനി വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഈ താഴേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവിടെ കുറച്ചുകൂടി ഒന്ന് വളവായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ബീഡൊന്ന് നേരെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കി താഴേക്ക് വെച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. അതുപോലെ നമ്മൾ താഴെ നിന്ന് മേളിലോട്ട് ചെയ്യുമ്പോഴും അതേ രീതി തന്നെ ഫോളോ ചെയ്താൽ മതിയാവും. അപ്പോൾ ആ രീതിക്ക് അങ്ങനെ ചെയ്തെടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക. അപ്പോൾ എങ്ങനെ ചെയ്താലും നമ്മുടെ ഔട്ട്ലുക്ക് ഫുൾ ലുക്ക് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഈ രീതിക്ക് നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്താൽ മതിയാവും. വേറെ ഒന്നും നമ്മൾ ഇതിനകത്ത് അഡീഷണൽ ചെയ്യണമില്ല കേട്ടോ. പിന്നെ നീഡിൽസിനെ കുറിച്ച് സംശയമുള്ളവർക്കും അതുപോലെ ആരി വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് സംശയമുള്ളവർക്കൊക്കെ ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ വീഡിയോയിൽ ഞാൻ എല്ലാം പറഞ്ഞു തന്നെയാണ് ചെയ്തേക്കുന്നത്. ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വീഡിയോ ചെക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. നമ്മുടെ പേജിൽ അല്ലെങ്കിൽ ചാനലിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ തുടക്കക്കാർക്കൊക്കെ എങ്ങനെയാണ് സൂചിയുടെ സൈസൊക്കെ സെലക്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ നോക്കിയാൽ നന്നായിട്ട് മനസ്സിലാവും. ഇനി ഈ പറഞ്ഞ പോലെ നമ്മൾ 2 സൈഡുകളിലായിട്ട് ഇപ്പുറത്തെ സൈഡിൽ 2 എണ്ണം വീതം ഇതുപോലെ റൗണ്ട് ബീഡ്സും ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഗ്യാപ്പ് ഇട്ടിട്ട് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. പറഞ്ഞ പോലെ ഈ രീതിക്ക് നമ്മൾ ചെയ്ത് പോകുന്നതിനോടൊപ്പം തന്നെ ലീഫും കൂടെ ചെയ്ത് പോവുക. നിങ്ങൾക്ക് അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ ഈ ഒരു ഡിസൈനിൻ്റെ തമ്പനയിൽ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അത് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹെവി ആയിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ ഭയങ്കര സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് കേട്ടോ. പിന്നെ ബിഗിനേഴ്സ് ആകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നോർമൽ നീഡിൽ തന്നെ യൂസ് ചെയ്യണം, അതായിരിക്കും നല്ലത്. ആരി വർക്ക് എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാടുള്ള വർക്കാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോർമൽ നീഡിൽ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ് ഇതൊക്കെ. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർഫെക്ഷനോടുകൂടി തന്നെ ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് സ്വന്തമായിട്ട് ഡ്രസ്സ് ചെയ്തിടാനോ അല്ലെങ്കിൽ ചെറിയ വർക്കുകളൊക്കെ ആർക്കെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാനോ ഇത് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഇതേ രീതിക്ക് നമുക്കിതൊന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതിയാവും. എല്ലാ ലൈൻസും ഇതേപോലെ തന്നെയാണ് നമ്മൾ ഫില്ല് ചെയ്തെടുക്കണം കേട്ടോ.
എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നിങ്ങൾ ചെയ്യുന്ന പാറ്റേൺസൊക്കെ എനിക്ക് അയച്ചു തരാറുണ്ട്. എനിക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുമുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാറ്റേൺസ് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ എല്ലാം എനിക്ക് അയച്ചു തരിക. അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ആ നമ്പറിൽ ജോയിൻ ചെയ്യാൻ പാടുണ്ടെങ്കിൽ വാട്സപ്പ് ചാനൽ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് രണ്ടിൽ ഏതിൽ വേണേലും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് നമുക്കിതൊന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഔട്ട്ലുക്ക് ഇതേ ഈ ഒരു രീതിക്കാണ് വരുന്നത്. എന്ത് ഭംഗിയാണ് കാണാനല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു വരുത്. ഫേസ്ബുക്കിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണം, യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. താങ്ക് യു.